തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞുകയറി കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയാണ് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി വാഹനം കയറി ഇറങ്ങിയത്. മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പുലർച്ചെ 4-നാണ് നാടിന് നടുക്കിയ അപകടം. 1 വയസ്സുള്ള വിശ്വ, 4 വയസ്സുള്ള ജീവൻ എന്നീ കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയത് എൻ്റെ ഭാര്യൻ്റെ എൻ്റെ മോൻ്റെ അടുത്ത് എൻ്റെ വണ്ടി നിന്നത്. രണ്ടാമത് എന്നെ പേടിച്ചിട്ട് അയാൾ വണ്ടി റിവേഴ്സ് എടുത്ത് ബാക്കിൽ കിടന്ന എല്ലാത്തിനും വണ്ടി 2 പ്രാവശ്യം കയറ്റിയിട്ടാണ് മുമ്പിൽ കിടന്നവരെ വണ്ടി കയറ്റുന്നത്. എല്ലാവരും പോസ്റ്റ് ഔട്ട്. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന തടിലോറി മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ്. ഡ്രൈവർ ജോസിനും ക്ലീനർ അലക്സിനുമെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തു. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി MP രാജേഷ്. വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലെ വണ്ടി ഓടിച്ച ആളുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ശവസംസ്കാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ചെയ്യും. അപകടത്തിന് നിർണായ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ മുന്നോട്ട് പോകുന്നതും ഓടിച്ചുപോയ ലോറിയെ നാട്ടുകാർ പിന്തുടരുകയും ഡ്രൈവറെയും ക്ലീനറെയും റോഡിലിറക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത്. തൃശൂർ. അപകടത്തിൽ മരിച്ച 5 പേരുടെയും മൃതദേഹം സംസ്കരിച്ചു. പാലക്കാട് ഗോവിന്ദാപുരത്ത് മീങ്കര ഡാമിനോട് ചേർന്ന പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മന്ത്രി MP രാജേഷ്, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു.